സംസ്ഥാനത്തിന്റെ 13ാം മുഖ്യമന്ത്രിയെ വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 20 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രണ്ടുപേരൊഴികെ ദൈവനാമത്തിലും കെ മുരളീധരൻ ഇംഗ്ലീഷിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പ്രമുഖർ ഉൾപ്പെടെ ആയിരങ്ങളാണ് എത്തിയത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആവേശം ആകാശത്തോളം ഉയർന്നു. ആയിരം കണ്ടങ്ങളിൽ നിന്ന് ഒരുമിച്ചുയർന്ന മുദ്രാവാക്യം വിളികൾക്കിടയിൽ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. രണ്ടാമനായി പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. അടുത്ത ഊഴം രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. പിന്നാലെ മറ്റു മന്ത്രിമാർക്കും ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിസഭയിലെ ഇളമുറക്കാരൻ OJ ജനീഷാണ് അവസാനം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തത്. CP ജോണും ഷിബു ബേബി ജോണും ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റുള്ളവരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കെ മുരളീധരന്റെ സത്യപ്രതിജ്ഞ ഇംഗ്ലീഷിലായിരുന്നു. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുടെ ചായ സൽക്കാരത്തിനായി ലോക് ഭവനിലേക്ക്. പിന്നാലെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഴുവൻ മന്ത്രിമാരും ചുമതല ഏറ്റെടുത്തു. ഇനി കേരളത്തെ ടീം വി ഡി സതീശൻ നയിക്കും. മീഡിയ 1 തിരുവനന്തപുരം.